തൊഴിൽ തട്ടിപ്പിനെ കുറിച്ചുള്ള വാർത്തകളുടെ ഫോളോ അപ്പ് തന്നെയാണ്. ഞാൻ കാർത്തിക മാഡത്തെ നേരിട്ട് നിങ്ങളുടെ മുന്നിൽ വെച്ച് ഫോൺ ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ക്യാമറാമാൻ മനേഷിൻ്റെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത്. ഒരു പക്ഷേയെങ്കിൽ എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് ട്രൂ കോളറിൽ എൻ്റെ പേരൊക്കെ വരുമ്പോൾ ഒരു പക്ഷേയെങ്കിൽ ആളുകൾക്ക് എന്നെ തിരിച്ചറിയാനാകും. അതുകൊണ്ടാണ് മനേഷിൻ്റെ ഫോണിൽ നിന്ന് ഞാൻ വിളിക്കുന്നത്. ഇനി ആ മാഡം എന്നോട് എന്തൊക്കെ പറയുമെന്ന് നമുക്ക് നോക്കാം. ഹലോ, കാർത്തിക മാഡം ആണോ? അതെ മാഡം, എൻ്റെ പേര് മനേഷ് എന്നാണേ. നമ്മുടെ അഭിഷേകിന്റെ ഫ്രണ്ട് ആണോ? അതെ 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 എന്തോ ഒരു 10ാം ക്ലാസ് പാസ്സായെന്ന് ഇന്നലെ അയച്ചെന്നായിരുന്നു. അതെ 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 10ാം ക്ലാസ് ആണല്ലേ? ഓക്കെ ഓക്കെ. എത്ര വയസ്സായി? എനിക്കിപ്പോ 36 SC/ST ആണ്. 36 ഓക്കെ ഓക്കെ. SC/ST അപ്പൊ കുഴപ്പമില്ല. എന്തൊക്കെ ചെയ്യണേ? ഞാനിപ്പോ ഇത് അപ്രന്റീസ് ആയിട്ടൊക്കെ പോകുന്നുണ്ട് ചില ഓഫീസുകളിൽ. എവിടെ എവിടെ? ചില ഓഫീസുകളിൽ ഓഫീസ് ബോയ് ആയിട്ടൊക്കെ പോകുന്നുണ്ട്. ഓക്കെ. സ്ഥിരമായിട്ടില്ല അല്ലേ? സ്ഥിരമായിട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഞാന് ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. ഞാനിപ്പോ വികാസ് ഭവനില. വീട് എവിടെയായിരുന്നു? എന്റെ വീട് പൂജപ്പുര, തിരുവനന്തപുരത്ത് തന്നെ. പൂജപ്പുര. ഓക്കെ. ഞാന് ഇപ്പൊ വികാസ് ഭവനിലാ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, വിഷറി സോപ്പില്. പക്ഷേ അറിയാലോ, പാർട്ടി വഴിയാണ് ഇപ്പൊ നിയമനം മൊത്തം ഇവന്മാര് നടത്തുന്നത്. അറിയാലോ. അപ്പൊ സത്യം പറഞ്ഞാല് ആപ്ലിക്കേഷൻസ് വന്നതൊന്നും ഇവന്മാർ എടുത്തിട്ടില്ല, മൈൻഡ് ചെയ്തിട്ടില്ല ഇവന്മാര്. ഇവന്മാരല്ലാതെ പാർട്ടി വഴി ഇവന്മാരുടെ ബന്ധുക്കളെ ഇവന്മാരുടെ കൂട്ടുകാരെ ഒക്കെയാണ് തിരികെ കയറ്റുന്നത്. അപ്പൊ ഞാൻ അവിടെ എൻജോ യൂണിയനിലുള്ളതുകൊണ്ട് എനിക്കും കുറച്ച് സീറ്റ് ഇവന്മാർ തന്നിട്ടുണ്ട് കയറ്റാൻ. ഓൾറെഡി സീറ്റുകളെല്ലാം ഫില്ല് ആയതാണ്. പക്ഷേ ഈ സമയം അവസാനം ഈ സ്ഥലം വന്നപ്പോ ഈ ആൾക്കാർക്കൊക്കെ വേറെ സ്ഥലം മാറ്റി കൊടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് വേറെ ജില്ല. ചില ആളുകൾക്ക് സ്വന്തം ജില്ല വേണ്ടെന്നൊക്കെ പറയുന്നവരുണ്ടായിരുന്നു. ഓക്കെ. അപ്പോ അങ്ങനെ വന്ന വേക്കൻസിയാ പിന്നെ ഇത്. +2 കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പഠിച്ചത്? അതോ ഡേറ്റ എൻട്രിയോ അങ്ങനെ എന്തെങ്കിലും? കുറച്ചു കാലം കമ്പ്യൂട്ടർ പഠിക്കാൻ പോയിരുന്നു. ഡേറ്റ എൻട്രി പഠിച്ചല്ലേ? ഓക്കെ. അപ്പൊ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനും ഡേറ്റ എൻട്രി ഒക്കെ അറിയാവോ? അത്യാവശ്യം അറിയാം അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കിപ്പോ വേക്കൻസി കിടക്കുന്ന എന്താന്ന് വെച്ചാല് ഡ്രൈവർ വേക്കൻസി ഉണ്ട്. അതിന് സ്റ്റാർട്ടിങ് 28 ആണ് സാലറി. 28 അല്ലേ? 28 സാലറി സ്റ്റാർട്ടിങ്. പിന്നെ ഉള്ളത് ഡേറ്റ എൻട്രി ആണ്. അത് 29 ആണ് സ്റ്റാർട്ടിങ് സാലറി. പിന്നെ ഓഫീസ് അസിസ്റ്റന്റ് ഉണ്ട്. അത് +2 ക്വാളിഫിക്കേഷൻ കഴിഞ്ഞവർക്കാണ്. ഡേറ്റ എൻട്രി അറിയുന്നവർക്കാണെങ്കിൽ 31 വരെ സാലറി ഉണ്ട്. ഈ 31 സ്റ്റാർട്ടിങ് സാലറി ഉണ്ട്. അത് കഴിഞ്ഞ് ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ജനറൽ കാറ്റഗറി 35 വയസ്സാണ്. SC/ST 38 വരെയാണ്. അപ്പൊ ഞങ്ങൾക്ക് എന്താണ് എനിക്ക് കിട്ടാൻ സാധ്യത ഉണ്ടോ മാഡം? ഉണ്ട്. അതാ ഞാൻ പറയുന്നത്. അപ്പൊ 36 ആയിട്ടുള്ളൂ. 38 വയസ്സ് വരെ ഞങ്ങൾക്ക് സ്ഥിരമാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കയറി കഴിഞ്ഞാൽ. അപ്പൊ ഈ കയറി കഴിഞ്ഞ് ഞങ്ങൾ ഒരു 6 മാസം കഴിയുമ്പോ സ്ഥിരമാക്കും. ചിലർക്കൊരു സംശയമുണ്ട് ഈ 6 മാസം കഴിയുമ്പോ ആക്കൂ എന്നുള്ളത്. ശരിക്കും 1 വർഷം കഴിഞ്ഞിട്ടാണ് ഇവർ ആക്കുന്നത്. പക്ഷേ അടുത്ത വർഷം ഇലക്ഷനാ. ഓക്കെ. അപ്പൊ ഇലക്ഷന് മുമ്പേ സ്ഥിരമാക്കുക എന്നുള്ളതാണ് ഇവന്മാരുടെ പാർട്ടിയിൽ ആളെ കൂട്ടുക. മനസ്സിലായോ? അതാണ് ഇവന്മാരുടെ മെയിൻ ഉദ്ദേശം. മാഡം എങ്ങനെയാ ഇതിപ്പോ കാശൊക്കെ തരേണ്ടത് എങ്ങനെയാ? എന്റെ അടുത്ത് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ച പുതുക്കി. ഞങ്ങൾ ശരിക്കും എംപ്ലോയ്മെന്റ് വഴിയിട്ട് ഇതെല്ലാം ചെയ്യുന്നത്. എംപ്ലോയ്മെന്റുകാരും കൂടെ ചേർന്നിട്ടാ ഇത് ചെയ്യുന്നത്. പുറത്ത് പറഞ്ഞുകൂടാ, എന്നാൽ നിങ്ങളുടെ പറയാതിരിക്കാൻ പറ്റുള്ളല്ലോ. കാരണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സംശയങ്ങൾ വന്നുകൊണ്ടിരിക്കും. കാരണം സീനിയോറിറ്റി ഒക്കെ ചേഞ്ച് ചെയ്യണമല്ലോ. ഓക്കെ. അപ്പൊ ഞങ്ങളിപ്പോ ഓപ്ഷൻ എന്താന്ന് വെച്ചാല്, നിങ്ങളിപ്പോ താല്പര്യം ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് 10ലെ സർട്ടിഫിക്കറ്റ്, പിന്നെ എംപ്ലോയ്മെന്റിന്റെ കാർഡ്, ഓക്കെ, ഇത്രയും ഞങ്ങൾ ഏൽപ്പിക്കുക. അത് ഞങ്ങള് ഫോർവേഡ് ചെയ്യും. ഞാൻ എംപ്ലോയ്മെന്റിൽ ഫോർവേഡ് ചെയ്യും. അവരതിന്റെ സീനിയോറിറ്റി എല്ലാം ചേഞ്ച് ചെയ്യും. ക്യാഷ് പിന്നെ പറഞ്ഞതല്ലോ 1.5 ഓക്കെ. ശരിക്കും പറഞ്ഞാല് 5 ലക്ഷമാണ് ഇതിൽ അവർ വാങ്ങുന്നത്. ഞാൻ പിന്നെ അവിടുത്തെ എംപ്ലോയി ആണ്. എനിക്ക് അറിയാം ആർക്കൊക്കെയാണ് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്. എനിക്കറിയാം. പാർട്ടിക്കാരെ പോലെ 5-10 ലക്ഷം വാങ്ങിച്ചിട്ട് നമുക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം ജോലി ആവശ്യമുള്ളവരെ നമുക്ക് അറിയാം. വെറുതെ ഈ ലക്ഷങ്ങളും കൊണ്ട് പുറകെ നടക്കുന്നവരെ നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല. ഉള്ള കാര്യം പറയാലോ. കാരണം എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഈ കാശ് തിരിച്ചു കൊടുക്കും. ഞാൻ കൊടുത്തവരത് ഞാൻ മേടിക്കും. ഓക്കെ. അപ്പോ അത് ഞാൻ ക്യാഷ് ആയിട്ടല്ല വാങ്ങുന്ന, അക്കൗണ്ടിലാണ്. കാരണം നിങ്ങൾക്കൊരു വിശ്വാസം വേണം. നമ്മളൊരാൾക്ക് ഒരു വാക്ക് പറയുമ്പോ അത് ഇതായിരിക്കണം. ഓക്കെ. അപ്പോ താല്പര്യം ഉണ്ടെങ്കിൽ ഇത്രയും ചെയ്താൽ മതി. 10ലെ സർട്ടിഫിക്കറ്റ്, ഒരു PDF ഫോട്ടോ, എംപ്ലോയ്മെന്റിന്റെ കാർഡ്. അപ്പൊ നമ്മളിത് കൊടുക്കുമ്പോൾ തന്നെ അവന്മാർക്ക് ക്യാഷ് കൊടുക്കണം. എന്നിട്ട് അവന്മാർ പ്രോസസ് ചെയ്യുന്നത്. കാരണം നിങ്ങളെ സ്ഥിരമാക്കേണ്ട പരിപാടി ഞങ്ങൾ ഓൾറെഡി ഇപ്പോഴേ ചെയ്യും. ലേബറിലും അവിടെ ഇവിടെ ഒക്കെ ചെയ്യണം കുറെ കാര്യങ്ങൾ. പിന്നെ വേറെ എന്തെന്ന് വെച്ചാല്, സ്ഥിരമാക്കി കഴിയുന്നതിന്റെ ആ സമയത്ത് സ്ഥലം മാറ്റും. അതായത് വേറെ ജില്ലയാക്കും. ഇപ്പൊ നിങ്ങളെ ട്രിവാൻഡ്രത്തായിരിക്കും കിട്ടുന്നത്. കേട്ട് കാണുമല്ലോ. ഇതാണ്
തൊഴിൽ തട്ടിപ്പ്. എങ്ങനെ ഇരിക്കുന്നു കാര്യങ്ങൾ? ഇവരെ സർക്കാർ ഉദ്യോഗസ്ഥയാണെങ്കിൽ ഇവരെ എത്രയും വേഗം എന്താണ് ചെയ്യേണ്ടത്? അല്ല ഇനി ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥയുടെ പേരിൽ തട്ടിപ്പ് നടത്തുന്ന ഏജൻറ്റോ ആളുകളോ ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇതാണ് കേരളത്തിൻ്റെ തൊഴിൽ തട്ടിപ്പിൻ്റെ ഒരു മുഖം. ഞാൻ നിങ്ങളുടെ മുന്നേ വച്ചിട്ടാണ് അവരോട് സംസാരിച്ചത്. ഇത് ഇത്രയും ക്ലാരിറ്റി ആയിട്ട്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വിസ്മയ ന്യൂസ് അവതരിപ്പിക്കുകയാണ്. ഇവരെ എന്താണ് ചെയ്യേണ്ടത്? നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതല്ലേ? ഒരുപക്ഷേ എങ്കിൽ ആ പറയുന്ന മാഡം ഇങ്ങനെ മനേഷ് എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥിയെ സഹായിക്കാൻ ആയിരിക്കാം ഇത് ചെയ്യുന്നത്. എങ്കിൽ പോലും ഈ പറയുന്ന ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ കഥ എന്താകും? ഇനി ഈ മാഡം പറയുന്ന പാർട്ടിക്കാർ അവരിങ്ങനെ പിൻവാതിലൂടെ ആളുകളെ തള്ളിക്കയറ്റുകയാണെങ്കിൽ അതിന് ആര് ഉത്തരം പറയും? ഏതായാലും ഇത് വലിയൊരു നിയമക്കുരുക്കിലേക്ക് നീങ്ങേണ്ട സംഭവമാണ്. നിയമപാലകർ ഇടപെടേണ്ട സംഭവമാണ്. അതിന് യാതൊരു തർക്കവുമില്ല.